പറയാം അത് നാലും നിങ്ങൾ അയിമ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട. യു ആർ കറക്റ്റ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് ശരിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട, ഷെയർ ചെയ്യണ്ട. അറി റെഡി? ആ പേപ്പർ ഒരു തവണ ഒന്ന് മടക്കുക, കണ്ണടച്ചിട്ട് ഒരു പ്രാവശ്യം അതൊന്ന് ഫോൾഡ് ചെയ്യുക, ഒന്ന് മടക്കുക. മടക്കിയോ? എങ്ങനെയാണോ നിങ്ങളെ യുക്തിക്ക് തോന്നുന്നത് അതുപോലെ മടക്കാട്ടോ, നോ ഇഷ്യൂ. രണ്ടാമത്തെ പറഞ്ഞോട്ടെ, കണ്ണടക്കണം. ഒരിക്കൽ കൂടി ആ പേപ്പർ ഒന്ന് മടക്കുക. മടക്കിയോ? മൂന്നാമത്തെ പറയട്ടെ, ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിന്റെ സെന്ററിൽ നിന്ന്, അതായത് മധ്യഭാഗത്ത് നിന്ന് ഒരു കഷ്ണം കീറിയെടുക്കുക. മധ്യഭാഗത്ത് നിന്ന് ഒരു കഷ്ണം കീറിയെടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിന്റെ മധ്യഭാഗത്ത് നിന്ന് ഒരു കഷ്ണം കീറിയെടുക്കുക. എടുത്തോ? കിട്ടണ്ടേ ടീച്ചറെ അല്ലേ? നാലാമത്തെ പറഞ്ഞോട്ടെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ ഓർ പേപ്പറുകൾ, അതിന്റെ എല്ലാ കോർണറിൽ നിന്നും, മീൻസ് എല്ലാ മൂലയിൽ നിന്നും ഓരോ കഷ്ണം വീതം എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിന്റെ എല്ലാ മൂലയിൽ നിന്നും ഓരോ കഷ്ണം വീതം എടുക്കുക. ചെയ്ത് കഴിഞ്ഞോ? കിട്ടണില്ല? കണ്ണ് തുറക്കാനായിട്ടില്ലേ? ഞാൻ പറയുമ്പോഴേ കണ്ണ് തുറക്കാവൂ. എല്ലാം ചെയ്ത് കഴിഞ്ഞവർ ആ പേപ്പർ നിവർത്തുക, എന്നിട്ട് കണ്ണ് തുറക്കാതെ നിവർത്തുക, എന്നിട്ട് ഉയർത്തുക, എന്നിട്ട് കണ്ണ് തുറക്കുക. നിവർത്തി പിടിക്കി, എല്ലാരും മുകളിലേക്ക് ഉയർത്തി പിടിക്കി. ആഹാ, മൈമലേക്ക് എന്തിപ്പതായി. എല്ലാരും പൊക്കി, എല്ലാരും പൊക്കിയോ? ഒന്ന് നോക്കാണ് എല്ലാരും പരസ്പരം. ആഹാ, ജ്യാമിതീയ രൂപങ്ങൾ എന്തൊക്കെ പഠിച്ചോനെ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി എത്ര ഓട്ടെ അല്ലേ? എല്ലാരും ഇത് മൈമലേക്കന്റെ ഇത് രണ്ടെണ്ണത്തിന്റെ വെച്ച് നടുന്ന് തെറ്റൊന്നുമല്ല. യു ആർ റൈറ്റ്. എന്താ ഇവിടെ ഉണ്ടായത്? നടുന്ന് വൃത്തിയാകുമ്പോ മൈമലേക്ക് ഇങ്ങനെ ആയിട്ട് പറിച്ചു. ഓക്കെ, എല്ലാരും ഒന്ന് പൊക്കി പിടി. ആഹാ, അവിടൊക്കെ എന്തോ ഒരു ചുരുക്കിലായിക്കണത്. അല്ല, ഏതെങ്കിലും എനിറ്റു ആരുടെയെങ്കിലും രണ്ടു പേരുടേത് ഒരേപോലെ, അതായത് ആരം വ്യാസം ഷേപ്പ് പോലും ഒന്നായിരിക്കണം. ഒരു ഹോൾ ആയിരിക്കാം, ചിലപ്പോ 5 ഹോളായിരിക്കാം, പക്ഷെ ആ ഹോളിന്റെ ആരം വ്യാസം പോലും സെയിം ആയിരിക്കണം. കാണിച്ചു തരാൻ പറ്റുമോ? എനിറ്റു ഹലോ, എന്തൊക്കെ രൂപത്തിലാ ഓരോരുത്തരാ. കിട്ടിയോ? ആർക്കെയും കിട്ടിയോ? ഏത്? ഒരേപോലെ ആരം വ്യാസം പോലും സെയിം ആകണം. ആ ഹോളിന്റെ ആരം വ്യാസം പോലും സെയിം ആവണം. ഉണ്ടോ? കിട്ടൂല. പിന്നെ നിങ്ങള് ഉണ്ടല്ലോ, പേപ്പറിന്റെ വേരിയേഷൻ ആണ് അത്ര. ഞാൻ ഒരേപോലെ അച്ചു വെച്ച് കീറിയതാ. ഓക്കെ, താത്തിക്കോളി. ഞാൻ എന്തിനാ ഈ പറഞ്ഞത്? ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായത്? നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്, ഓരോരുത്തരും വ്യത്യസ്തരാണ്, ഓരോരുത്തരും യുണീക്കാണ്, ഓരോരുത്തരും അതുല്യരാണ്. ഒരാളെ പോലെ ഒരാളില്ല. എന്തോ ഒരു ചൊർക്കില ഓരോരുത്തരും കീറിയത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഏത് കാര്യത്തിൽ? യു ആർ പാരന്റ്സ് അല്ലെ? പാരന്റ്സ് എന്നുള്ള നിലക്ക് ഒരേ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് എന്റെ അനക്ക് ഫുൾ A+ കിട്ടിയില്ല, ഓക്ക് കിട്ടിയല്ലോ, അമ്മായിന്റെ മോക്ക് കിട്ടിയല്ലോ ചോദിക്കാറില്ലേ നമ്മളെ? 50-ൽ 48 വാങ്ങി വന്നാൽ നമ്മൾ എന്താ ചോദിക്കുക? ബാക്കി 2 എവിടെ പോയി അല്ലേ? ഈ രൂപത്തിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ടീച്ചർ, ഒരേ സബ്ജക്ട്, ഇവിടെ ഒരേ ഞാന് അല്ലെ? ഒരേ ഞാനും, ഒരേ ഇൻസ്ട്രക്ഷൻ, ഒരേ വേവ് ലെങ്തില്. എല്ലാരോടും ഞാൻ ആരോടെയും പറഞ്ഞ ടീച്ചർ അങ്ങനെയല്ല, ഇങ്ങനെ കീറിക്കോളി എന്ന് ഞാൻ പറഞ്ഞോ? എല്ലാരോടും ഒരേ ഭാഷയിൽ ഞാൻ പറഞ്ഞിട്ടും നമ്മൾ ചെയ്തത് ഓരോരുത്തരുതും ഡിഫറെന്റ് ആയി. അപ്പൊ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത ചിന്താഗതിക്കാരാവും. ആ ചിന്താഗതി എല്ലാം നമുക്ക് ഏതിലേക്ക് കൊണ്ടുവരാൻ പറ്റണം? നമ്മളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം മൂന്നാമത്തെ സാധനം ഞാൻ എന്താ ഇട്ടത്? ഇരുമ്പിന്റെ കഷ്ണം. കുന്നുകുലുങ്ങിയ